നമ്മൾ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടുന്ന് യൂറോപ്പിലെ 30 ദിവസത്തെ ടൂറിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ആദ്യം ചെല്ലുന്നത് സ്പെയിൻ എന്ന് പറയുന്ന വലിയൊരു നഗരത്തിലേക്കാണ്. ഇത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്തളമാണ്. ഞാൻ ലോഞ്ചിലിരുന്ന ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ടൈമായപ്പോൾ, ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ടൈമായപ്പോൾ ഞാൻ ബോർഡിംഗ് ഗേറ്റിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഒരു വശം ഇങ്ങനെ പല കാര്യങ്ങളും നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയോടുകൂടി തന്നെ ഉള്ളൊരു എയർപോർട്ടാണ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നീ കൊച്ചിയിൽ നിന്ന് മാത്രം ഇവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുന്നില്ല എന്ന്. നമ്മളൊരു ഫ്ലൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബിസിനസ് ക്ലാസ്സോ ഫസ്റ്റ് ക്ലാസ്സോ ആണെങ്കിൽ, കൊച്ചി, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി, ഹൈദരാബാദ് ഈ 5 സ്ഥലങ്ങളിൽ ഏറ്റവും കുറവ് എവിടെയാണോ ശരിക്കും അത് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അതുവരെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലോ ട്രെയിനിലോ നമുക്ക് പോകാം. അങ്ങനെ ഞാൻ ലുഫ്താൻസ എയ്റോപ്ലെയിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു ഫ്ലൈറ്റിൻ്റെ. ഇതാണ് എൻ്റെ സീറ്റ്. നല്ല കുറച്ചും കൂടി വിസ്താരമുള്ള സീറ്റാണ് ശരിക്കും ബിസിനസ് ക്ലാസ് ലുഫ്താൻസൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് സീറ്റിൻ്റെ ഉൾവശം. ഇതാണ് ഞാൻ ഇരിക്കുന്ന സീറ്റ്. വളരെ മനോഹരമായുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ബിസിനസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലോ പോകുമ്പോൾ ഇങ്ങനെ ഒരു എമിനിറ്റി ബാഗ് കിട്ടും. ഇത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ബാഗാണ്. അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളാണ് ഇതെല്ലാം. ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവും. ചെറിയൊരു സ്പ്രേ. ഇത് സോക്സാണ്. ഐ മാസ്ക്, അങ്ങനെ ചെറിയൊരു കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. അത്യാവശ്യം നല്ല എമിനിറ്റി ബാഗാണത്. വെൽക്കം ഡ്രിങ്കും നമുക്ക് കിട്ടും. ഇതാണ് ലുഫ്താൻസയുടെ സിഗ്നൽ. അത് TV ആണ്. എൻ്റർടൈൻമെൻറ്റ്സും എല്ലാം അതിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പറന്ന് യൂറോപ്പിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്ന ജർമ്മനിയുടെ മുകൾ ഭാഗമാണ്. വളരെ മനോഹരമായുള്ള കൃഷിയിടങ്ങളും മറ്റുമാണ് നിങ്ങൾ കാണുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ ഒരുക്കി വെച്ചിരിക്കുന്ന കൃഷിയിടം മറ്റും. ആദ്യം ഇവിടെ ഫ്രാങ്ക്ഫർട്ടിലേക്കാണ്, അതായത് ജർമ്മനിയുടെ ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് ഇപ്പോൾ ഫ്ലൈറ്റ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ പാസ്പോർട്ടിൽ സീൽ വയ്ക്കും. അതിനുശേഷമാണ് അടുത്ത യാത്ര. ഇപ്പോൾ ഞാൻ കയറിയിരിക്കുന്നത് ഇവിടുന്ന് നേരെ ബാർസലോണയ്ക്ക് പോകുന്ന ലുഫ്താൻസേൻ്റെ ഫ്ലൈറ്റിൽ തന്നെയാണ്. ചെറിയൊരു സമയം മാത്രമേ ഉള്ളൂ. 1.5-2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. അങ്ങനെ ഫ്ലൈറ്റ് മുന്നോട്ട് നീങ്ങി മുകളിലേക്ക് പറക്കാൻ പോകുന്നു. ഇൻഫ്ലൈറ്റ് മീൽസും എല്ലാം നമുക്ക് വേറെ കിട്ടും. അത്യാവശ്യം നല്ല കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ പതുക്കെ ഫ്ലൈറ്റ് പൊങ്ങി. മുകളിൽ നിന്നുള്ള കാഴ്ച കൃഷിയിടങ്ങൾ വളരെ ശാസ്ത്രീയപരമായി വെച്ചിരിക്കുന്നതും മേഘങ്ങളുടെ പഞ്ഞിക്കെട്ട് പോലത്തെ ഉള്ള കാഴ്ചകളുമാണ്. അത് ആപ്പിൾ ജ്യൂസാണ്. പിന്നെ ഇതെല്ലാമാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ ഒരു മെനു നമ്മളെടുത്ത് തരും. ഇതാണ് ഞാൻ രാവിലെ കഴിക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പതുക്കെ ബാർസലോണയിലേക്ക് എത്തുകയാണ്. ബാർസലോണയുടെ ആകാശത്തു നിന്നുള്ള കാഴ്ചയാണിത്. അങ്ങനെ ഫ്ലൈറ്റ് ഇവിടുത്തെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇത്തവണ പോകുന്നത് ഗ്രൂപ്പ് ടൂറിലാണ്. 10-30 പേരുള്ള ഗ്രൂപ്പ് ടൂറാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി ഞാനിപ്പോൾ ലഗേജ് എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് ബാർസലോണയുടെ എയർപോർട്ടിൻ്റെ ഉൾവശം. അങ്ങനെ എത്രയോ കാലത്തെ ആഗ്രഹം ഞാനിങ്ങനെ സാധീകരിച്ചു വരുന്നു. യൂറോപ്പ് എന്ന മണ്ണിൽ പോവുക, അവിടെ കുറച്ച് ദിവസം നിന്ന് കാഴ്ചകളെല്ലാം കാണുക. ആ ഒരു വലിയ ആഗ്രഹവുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇഷ്ടംപോലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സും മറ്റും എല്ലാം അവിടെയുണ്ട്.
മെട്രോ ട്രെയിനിലേക്ക് പോകേണ്ടവർക്കുള്ള സിഗ്നലും മറ്റും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഗൈഡ്. അദ്ദേഹം അവിടെ നിന്ന് ഓരോരോ കാര്യങ്ങളും ഫോട്ടോസ് എല്ലാം എടുത്തു കൊടുക്കുന്നു. ഞങ്ങളിനി ഞങ്ങളുടെ ബസ്സിലേക്കാണ് കയറുന്നത്. ഇതാണ് ഞങ്ങളുടെ ബസ്. ഇതെല്ലാം ഞങ്ങൾ സഹയാത്രികളാണ്. ഞാനിങ്ങനെ പതുക്കെ എൻ്റെ സീറ്റിലേക്ക് നടക്കുകയാണ്. ഞാനൊരു വിൻഡോ സീറ്റ് തന്നെയാണ് നോക്കുന്നത്, കാരണം ചിത്രീകരണമുണ്ടല്ലോ. അങ്ങനെ ബസ്സിൽ കയറിയിരുന്ന് യാത്ര തുടരുന്നു. ഞങ്ങൾ ആദ്യം ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. പോകുമ്പോഴുള്ള കാഴ്ചകളും മറ്റുമാണ് ഇതെല്ലാം. എയർപോർട്ട് കുറച്ച് എല്ലാ നഗരങ്ങളിലെയും പോലെ കുറച്ചും കൂടി തള്ളിയിട്ടാണ് എയർപോർട്ട്. ബാഴ്സലോണയുടെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. മുന്നിൽ ഞങ്ങളുടെ ഗൈഡുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ബുഫേ സിസ്റ്റം അല്ല, നമുക്ക് ഇവിടേക്ക് വിളമ്പിത്തരും. സാധാരണ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ ഐക്കിയയുടെ ചെറിയൊരു ഷോറൂം കാണാം. ഞങ്ങൾ ഹോട്ടലിലേക്കാണ് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. ഫിറ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഞാൻ പോയത് ഓഗസ്റ്റ് അവസാനമാണ്. ചൂടുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള തണുപ്പുള്ളൊരു നല്ലൊരു കാലാവസ്ഥ. എല്ലാവരും കീനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നു യാത്ര ചെയ്ത്. അങ്ങനെ ഞാൻ എൻ്റെ കീ എടുത്ത് എൻ്റെ റൂമിലേക്ക് നടക്കുകയാണ്. അങ്ങനെ എൻ്റെ റൂമിലേക്ക് എത്തിയിരിക്കുന്നു. 330 നമ്പർ റൂം. ഇതാണ് എൻ്റെ റൂം. വളരെ മനോഹരമായൊരു റൂം തന്നെയാണ്. അങ്ങനെ ഇന്ന് ഇവിടെ ഞാൻ ചിലവഴിക്കാൻ പോകുന്നു. മനോഹരമായ ബാഴ്സലോണയുടെ വരും കാഴ്ചകളും ഓർത്തുകൊണ്ട്.